ഹലോ നമസ്കാരം. ചലഞ്ചർ ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം VFA, ഡിഗ്രി, മെയിൻസ് അങ്ങനെയുള്ള ഒരുപാട് എക്സാമുകളാണ് എന്ത് ചെയ്യുന്നത് വരാനിരിക്കുന്നത്. അപ്പോൾ ആ എക്സാമുകൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഭാഗത്തു നിന്ന് 5 മാർക്കാണ് നമുക്ക് ചോദിക്കുന്നത്. ആ 5 മാർക്ക് നമുക്ക് ഒന്നും വിട്ടുകളയാൻ പറ്റുന്നതല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റാങ്ക് മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ 5 മാർക്കും കൂടെ കിട്ടിയേ പറ്റത്തുള്ളൂ. ആ 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. അപ്പോൾ ആ 5 മാർക്ക് കിട്ടാനായിട്ട് ഞാൻ ഇന്ന് ജസ്റ്റ് ഒരു സീരീസ് പോലൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒറ്റ ചോദ്യം ഒറ്റ ലക്ഷ്യം. ഓരോ ക്ലാസ്സിലും ഞാൻ ഓരോ ചോദ്യം പരിചയപ്പെടുത്തും. ആ ചോദ്യത്തിലൂടെ ഒരു പ്രത്യേക ടോപ്പിക്കിലെ മുഴുവൻ കാര്യങ്ങളും കംപ്ലീറ്റ് നോളജും നമുക്ക് എന്ത് കിട്ടുകയാണ്, ആ ക്ലാസ്സിലൂടെ കിട്ടുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരേ ഒരു ചോദ്യത്തിലൂടെ എന്ത് ചെയ്യുന്നു, ആ ചോദ്യത്തിനകത്ത് വരുന്ന ഒരു മെയിൻ ടോപ്പിക്ക് കാണും. ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഒരേ ഒരു ചോദ്യം പഠിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു, IT-യുടെ ഒരു ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് എത്തുകയാണ്. അപ്പം ഒരു സീരീസ് പോലെ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യാം, ഓരോരോ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് അടുത്തടുത്ത സീരീസ് ഇട്ടിട്ട് വരാം. ഇന്ന് അതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പം സീരീസിൻ്റെ പേരറിയാലോ, ഒറ്റ ചോദ്യം ഒറ്റ ലക്ഷ്യം. ലക്ഷ്യം PSC പരീക്ഷ നേടി നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം VFA, ഡിഗ്രി, മെയിൻസ് ഇങ്ങനെയുള്ള പരീക്ഷകൾക്കാണ് നമ്മൾ എന്താണ് പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത്തരം പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇന്നതോടുകൂടി നമ്മൾ ആ ഒരു സീരീസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകണം. ഒന്നാമത്തെ ചോദ്യമല്ല, ഒരു ക്ലാസ്സിൽ ഒരൊറ്റ ചോദ്യം ഉള്ളൂ കേട്ടോ. ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഒരു മെയിൻ ഐഡിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഒരൊറ്റ ഒരു ചോദ്യം. എന്താണ് ചോദ്യം? ഒറ്റയാനെ കണ്ടെത്തുക, അല്ലേ? ഒറ്റയാനെ കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട് വൺ കണ്ടെത്തുക. അതായത് ഈ കൂട്ടത്തിൽ പെടാത്ത ഒരു സാധനമുണ്ട്, ആ സാധനത്തെ എന്ത് ചെയ്യണം, കണ്ടെത്തണം, ഇല്ലയോ? കൂട്ടത്തിൽ പെടാത്ത സാധനം ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? PS*2, ഇല്ലയോ? SMBS, USB, VGA, ഇല്ലേ? കുറേ പേരുകൾ കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? പേരുകൾ കേട്ടപ്പോൾ അത് ഏകദേശം എന്താണെന്ന് മനസ്സിലായി കാണും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, PS*2 ഇതിനെ ഞാൻ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ PS*2 എന്ന് എഴുതാം. കാരണം നമ്മൾ പരീക്ഷ വരുന്ന മലയാളത്തിലാണ്. ചിലത് മലയാളത്തിൽ എഴുതാൻ നമുക്കൊന്നും മനസ്സിലാവാൻ പറ്റാത്ത രീതി വരും. എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷനുകൾ ഇംഗ്ലീഷിൽ ഒന്ന് എഴുതി കാണിക്കുകയാണ്. PS*2 ഇതെന്താണ്? SMPS എന്ന് പറയും. ഇത് USB, ഇതെന്ന് പറയുന്നത് VGA ആണോ? ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും, അല്ലയോ? കുറേ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്താണ്? ഇതിനകത്തെ ഓഡ് വൺ, അതായത് ഒറ്റയാൻ, കൂട്ടത്തിൽ പെടാത്തൊരു സാധനം ഇതിനകത്ത് കിടപ്പുണ്ട്. ഏതാണെന്ന് കണ്ടുപിടിക്കണം, ഇല്ലയോ? ഇപ്പം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലയോ? PS*2 മാത്രമാണ് നമുക്ക് അതിനകത്ത് പരിചയമില്ലാത്തൊരു സാധനം. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. PSC മുമ്പ് ചോദിച്ചൊരു, അതായത് ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനകത്ത് ഓപ്ഷനുകൾ VGA കേട്ടിട്ടുണ്ടായിരിക്കും, USB കേട്ടിട്ടുണ്ടായിരിക്കും, SMBS. പക്ഷേ ഈ PS*2 എന്ന് പറയുന്ന സാധനം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ്. അതായത് എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനമല്ല. അപ്പം PSC പരിചയമില്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്തു തുടങ്ങി, ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പരിചയപ്പെടണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കണം എന്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിനകത്ത് ഈ USB എന്ന് പറയുന്ന ഒരു പോർട്ടാന്ന് മനസ്സിലായി, അല്ലയോ? കമ്പ്യൂട്ടറിൻ്റെ ഒരു പോർട്ടാണ് എന്തെന്ന് പറയുന്നത്, USB. പോർട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മൾ പുറത്തുള്ള സാധനങ്ങളെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്, പോർട്ട് എന്ന് പറയുന്നത്. പുറത്തുനിന്നുള്ള എന്തിനെ കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും, പോർട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ USB ഒരു പോർട്ടാന്ന് ഓൾറെഡി നമുക്കറിയാം. നമ്മൾ ചാർജ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ USB പോർട്ടുകളാണ് യൂസ് ചെയ്യുന്നത്. അതൊരു പോർട്ടാന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ VGAയും എന്താണെന്നറിയാം, ഒരു പോർട്ടാണെന്നറിയില്ലേ? കമ്പ്യൂട്ടറിൽ നിന്ന് മോണിറ്ററിലേക്ക് വീഡിയോ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് എന്തെന്ന് പറയുന്നത്, VGA എന്ന് പറയുന്നത്. ഫുൾ ഫോം ഒക്കെ പറയാം കേട്ടോ, ഓൾറെഡി ഞാൻ പറയാം. VGA എന്ന് പറയും. ഫുൾ ഫോം എന്ന് പറയുന്നത് വിഷ്വൽ ഗ്രാഫിക് അറേ എന്നാണ് കേട്ടോ. വിഷ്വൽ അല്ല, വീഡിയോ ഗ്രാഫിക്സ് അറേ. വീഡിയോ ഗ്രാഫിക്സ് അറേ എന്നാണ് എന്തിൻ്റെ ഫുൾ ഫോം, ഈ പറയുന്ന VGAയുടെ ഫുൾ ഫോം. എന്തിനു ഉപയോഗിക്കുന്നത്, അതൊരു പോർട്ടാണ്. ഇനി SMBS എന്ന് പറയുന്നത് അറിയാമല്ലോ, അതിൻ്റെ ഫുൾ ഫോം സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലിരിക്കുന്ന ഓരോ ഉപകരണങ്ങളിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ചാർജ് കൊടുക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, SMBS ഉപയോഗിക്കുന്നത്. സോ അതൊരു പോർട്ടല്ല. ഇതെന്തല്ല, ഒരു പോർട്ടല്ല കേട്ടോ, ഒരു പോർട്ടല്ല. അവിടെ തന്നെ നമുക്ക് മനസ്സിലായി എന്തുവാ, അതൊരെണ്ണമുണ്ട്. പക്ഷേ നമുക്ക് PS2 എന്തോന്ന് അറിയാമോ? PS2നെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. അതായത് അന്നത്തെ പരീക്ഷയിൽ ഉദ്യോഗാർത്ഥികളെ എന്ത് ചെയ്ത് കൺഫ്യൂസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, ഈ ഒരു PS*2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺഫ്യൂസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
അതെന്താണെന്ന് നോക്കാം. ഞാനിത് ഓൾറെഡി പറയുകയാണ്. ഇത് എന്ത് തന്നെയാണ്? ഒരു പോർട്ടാണ്, ഒരു പ്രത്യേകതരം പോർട്ടാണ്. ആ പോർട്ട് എന്താണെന്ന് പറയുമ്പോൾ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മനസ്സിലാവും. ഓ, ഈ പോർട്ടായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കും. അതായത് ഈ PS2 എന്ന് പറയുന്നത് എന്താണ്? ഒരു പോർട്ടാണ്. നമ്മൾ ഇന്ന് അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു പോർട്ടാണ് എന്തെന്ന് പറയുന്നത് PS2. സോ അതുകൊണ്ടാണ് നമുക്ക് അതിനെ പരിചയമില്ലാത്തത്. അപ്പോൾ നിങ്ങൾ നോക്കണേ, PS2 പോർട്ടാണ്, USB പോർട്ടാണ്, VGA പോർട്ടാണ്. അങ്ങനെയാണെങ്കിൽ പോർട്ട് അല്ലാത്ത ഏത് സാധനമാണ്? SMPS. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? SMPS. ഒറ്റയാനെ കണ്ടെത്തിയത് നമ്മൾ എന്ത് കണ്ടെത്തിയത്? SMPS. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഒറ്റയാനെ കണ്ടെത്തുക, ഓഡ് വൺ കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആരെയാണ്? SMPS ആണ്. കാരണം ബാക്കിയെല്ലാം എന്താണ്? പോർട്ടുകളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചോദ്യം. ഈ ചോദ്യമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത്. ഇതിൽ നിന്ന് ഞാനൊരു മെയിൻ ഐഡിയയിലേക്ക് പോകുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് ഐഡിയയിലേക്കാണ് ഞാൻ പോകുന്നത്. എന്ത് ഐഡിയയിലേക്കാണ്? ഡിഫറൻറ്റ് പോർട്സുകൾ. അതായത് ഡിഫറൻറ്റ് പോർട്സ്, പലതരം പോർട്ടുകൾ. കമ്പ്യൂട്ടറിൻ്റെ പോർട്സുകൾ ഏതാണ്? കമ്പ്യൂട്ടറിനകത്ത് പല പല കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടുകൾ, വിവിധ തരം പോർട്ടുകൾ ഏതാണെന്നാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ത്? കമ്പ്യൂട്ടറിൻ്റെ പോർട്ടുകൾ എന്ന് പറയുന്നത്. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. വളരെ ഡീപ്പായിട്ട്. കാരണം PS2 ഒന്നും അന്ന് വരെ വന്നിട്ടേ ഇല്ല, ചോദ്യത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. സോ നമുക്ക് എല്ലാ പോർട്ടുകളും അറിയത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആകെ VG അറിയാം, USB അറിയാം, അങ്ങനെ കുറച്ച് പോർട്ടുകൾ അറിയാം. പക്ഷേ കമ്പ്യൂട്ടറിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് പോർട്ടുകളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ഇനിയും ചോദ്യങ്ങൾ വരും. പോർട്ടുകളുടെ സ്വഭാവം, പോർട്ടുകൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിരിക്കണം? അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ തുടക്കി വെക്കുന്ന എൻ്റെ ഒന്നാമത്തെ ടോപ്പിക് എന്താണ്? ഡിഫറൻറ്റ് പോർട്സ് ഇൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലെ വിവിധ തരം പോർട്ടുകളാണ്. ഇല്ലയോ? ഏതൊക്കെ സാധനങ്ങളാണ്? മറ്റ് കമ്പ്യൂട്ടറിൻ്റെ പുറത്തുള്ള പെരിഫറലുകളെ, ഇല്ലയോ? കമ്പ്യൂട്ടറിന് പുറത്ത് കൊടുക്കുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? പെരിഫറലുകൾ. ഈ പെരിഫറലുകളെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പോർട്ടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ വിവിധ തരം പോർട്ടുകൾ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ഉത്തരം ഏതാണ്? SMPS ആണ്. പക്ഷേ ഉത്തരത്തിലേക്കല്ല ഞാൻ പോകുന്നത്. എന്തുവാ? ഉത്തരത്തിനകത്ത് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് എൻ്റെ ടോപ്പിക്ക്. എന്ത്? ഡിഫറൻറ്റ് പോർട്സ്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇനിയും ആവർത്തിച്ച് വരാം. അല്ലെങ്കിൽ ഇന്ന് ഇത് ചോദിച്ചെങ്കിൽ നാളെ മറ്റൊരു പോർട്ടിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. അപ്പം PSC റെലവൻ്റ് ആയിട്ട്, അതായത് ഈ അടുത്ത് നടന്നൊരു പരീക്ഷയിലെ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. PSC IT-യുമായി ബന്ധപ്പെട്ട് ഏത് പരീക്ഷ നടന്നാലും അവിടെ എല്ലാം ക്വസ്റ്റ്യൻ എന്താണ്? കോമൺ ആയിട്ടാണ് വരുന്നത്. അതായത് ഈ IT-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇടുന്നതെല്ലാം ഒരു വിഭാഗം ആൾക്കാരാണെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും ഇപ്പം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം കൂടുതലും AI ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അവർ AI ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. സോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് എന്താണ്? നമ്മുടെ ടോപ്പിക്കാണ് ഡിഫറൻറ്റ് പോർട്സ്. അതിൽ ഒന്നാമത്തെ പോർട്ടാണ് ഞാൻ പരിചയപ്പെടുന്ന ഒന്നാമത്തെ പോർട്ടാണെന്ത്? PS2. നമുക്കറിയാവുന്ന അറിയാത്ത പോർട്ട് എന്താണ്? PS2. അതിനെ വിളിക്കുന്ന പേരെന്താ? ഫുൾ ഫോം പേഴ്സണൽ സിസ്റ്റം ബാർ 2. ആ PS-ന്റെ ഫുൾ ഫോം എന്താണ്? പേഴ്സണൽ സിസ്റ്റം എന്നാണ് ഫുൾ ഫോം കേട്ടോ. പേഴ്സണൽ സിസ്റ്റം ബാർ 2 എന്നാണെന്ത്? PS2ന്റെ ബാർ 2 വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 പോർട്ടുകളുണ്ട് കേട്ടോ. 2 പോർട്ടുകളുണ്ട്. 2 പോർട്സ്. 2 പോർട്ടുകളുണ്ട്. 2 പോർട്ട് ഉള്ളത് കൊണ്ട് ആ 2 എന്നുള്ളത് വന്നു കേട്ടോ. 2 പോർട്ട്, ഒരു ജോഡി പോർട്ടാണ്. അതുകൊണ്ടാണ് എന്ത് വന്നത്? 2 എന്നുള്ള പേര് വന്നത്. ഓക്കെ. എന്തിനാ അത് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൗസും കീബോർഡും ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 6 പിൻ കണക്ടറുകൾ. ഓർത്തിരിക്കുക, എത്ര പിൻ കണക്ടറാ? 6. 6 പിൻ കണക്ടർ. അതായത് മൗസും കീബോർഡും കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 6 പിൻ കണക്ടറാണ് എന്തെന്ന് പറയുന്നത്? PS2 എന്ന് പറയുന്നത്. അതായത് ഇന്ന് ഉപയോഗിക്കുന്നതല്ല. ഇന്ന് നമ്മൾ എന്താണ് ഈ പറയുന്ന മൗസും കീബോർഡും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? USB പോർട്ടുകളാണ്. അറിയാലോ, USB പോർട്ടുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് USB പോർട്ടുകളൊക്കെ വരുന്നതിന് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റാൻഡേർഡ് പോർട്ടായിരുന്നു എന്തെന്ന് പറയുന്നത്? ഈ PS2 എന്ന് പറയുന്നത്. എന്ത് കണക്ട് ചെയ്യാനാ? മൗസും കീബോർഡും. ഓർത്തിരിക്കുക, മൗസും കീബോർഡും കണക്ട് ചെയ്യാൻ. 2 തരം പോർട്ടുകളുണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞില്ലയോ? 2 തരം പോർട്ടുകൾക്കും 2 കളറായിരിക്കും. ഒന്ന് പർപ്പിൾ കളറും പച്ച കളറും കേട്ടോ. 2 തരം പോർട്ടുകളുണ്ട്. ആ 2 തരം പോർട്ടുകൾക്കും 2 കളറാണ്, പർപ്പിളും പച്ചയും. 2 കളറാണ് അവൈലബിൾ, പർപ്പിളും പച്ചയും. അപ്പോൾ 2 കളർ കൊടുക്കുന്നുണ്ട് തന്നെ. എന്തിനാന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ ഒരു ഊഹം കിട്ടി കാണുമല്ലോ. എന്താ? കീബോർഡിന് പർപ്പിൾ കളർ കേട്ടോ. കീബോർഡ് കണക്ട് ചെയ്യാൻ ഏത് കളർ ഉപയോഗിക്കും? പർപ്പിൾ കളർ പോർട്ടിലേക്കാണ് എന്ത് കണക്ട് ചെയ്യേണ്ടത്? കീബോർഡ് കണക്ട് ചെയ്യേണ്ടത്. എന്നാൽ മൗസ് എങ്ങോട്ട് കണക്ട് ചെയ്യണം? പച്ച കളർ ബോർഡിലേക്ക് എന്ത് കണക്ട് ചെയ്യണം? മൗസ് കണക്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ പറയുന്നതിനാ ഡിഫറൻറ്റ് പോർട്സിനെ കുറിച്ചാണ്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്? ഡിഫറൻറ്റ് പോർട്സ് ഇൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന പലതരം പോർട്ടുകൾ. ഓക്കെ, അപ്പം
പേര് പറഞ്ഞു PS2 വരാൻ കാരണം 2 പോർട്ടുകളുണ്ട്. 2 പോർട്ടിനും 2 കളറുകളായിരിക്കും. അതൊക്കെ ഒന്ന് പർപ്പിളും ഒന്ന് പർച്ചയും ആയിരിക്കും. കീബോർഡ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാ? പർപ്പിൾ കളറും മൗസിന് ഉപയോഗിക്കുന്ന ഏതാണ്? പച്ച കളറുമാണ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് എന്ത് PS2. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണെന്ന്. ഓക്കെ, നിങ്ങൾ ആ വലത്തുവശത്ത് ആ പടം കാണുന്നുണ്ടോ അതോ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നുണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആ പോർട്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും പോർട്ട് ഏതാണെന്ന്. ഓക്കെ, ആ ഒരു പടത്തിൽ കൊടുത്തേക്കുന്നുണ്ടോ? ഇതേതാ? ഇതൊരു പർപ്പിൾ കളർ അല്ലയോ? അതിൻ്റെ മുകളിൽ കീബോർഡിൻ്റെ പടം കൊടുത്തിട്ടുണ്ടല്ലേ? പർപ്പിൾ കളർ ആയതുകൊണ്ട്. അപ്പുറത്തേതാ പച്ച കളർ, അതിൻ്റെ മുകളിൽ എന്തോ മൗസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു കണക്ടർ പണ്ട് ഉപയോഗിച്ചിരുന്നു. നമുക്ക് ഈ പുതിയ ആൾക്കാർക്കൊന്നും പരിചയം കാണത്തില്ല അല്ലേ? മുമ്പ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും. അന്ന് നമ്മൾ കീബോർഡും മൗസും കണക്ട് ചെയ്യുന്ന ഇങ്ങനൊരു സാധനത്തിലേക്കായിരുന്നു. ഇതിനെയാണ് വിളിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ PS2 കണ്ടോ. പേഴ്സണൽ സിസ്റ്റംസ് ബാർ 2 എന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ട്. PS2 ഹോട്ട് പ്ലഗബിൾ അല്ല. അതായത് ഹോട്ട് പ്ലഗബിൾ അല്ല. എന്താണ് ഹോട്ട് പ്ലഗബിൾ എന്ന് അറിയണം. ഇംഗ്ലീഷ് എഴുതി കാണിച്ചത് ഇങ്ങനെയായിരുന്നു, ഹോട്ട് പ്ലഗബിൾ. എന്താ ഹോട്ട് പ്ലഗബിൾ എന്ന് വെച്ചാൽ അർത്ഥം? അതായത് കമ്പ്യൂട്ടർ ഓണാക്കി വെച്ചുകൊണ്ട്, അതായത് കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം അതിനകത്തുനിന്ന് ഊരാനോ കുത്താനോ പറ്റത്തില്ലെന്നല്ല, ഊരാനോ കുത്തിയാലോ അതെന്ത് ചെയ്യും? അതിനകത്ത് ഡേറ്റയ്ക്ക് ഡാമേജ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാക്കും, അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ സാധാരണ എന്തുവാണ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഓൺ ആക്കി വെക്കും. USB ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് USB-ലേക്ക് കൊണ്ട് കുത്തുകയില്ലേ ചെയ്യുന്നത്? അതോ കമ്പ്യൂട്ടർ എല്ലാം ഓഫ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് കുത്തിയതിന് ശേഷമാണോ പിന്നെയും കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നത്? അല്ല. നമ്മൾ എന്തുവാ കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി കുത്തുക ചെയ്യുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോട്ട് പ്ലഗബിൾ. അതായത് സപ്ലൈ വന്നുകൊണ്ടിരിക്കുമ്പോഴും കുത്താൻ പറ്റുന്ന സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോട്ട് പ്ലഗബിൾ. പക്ഷേ ഇത് അങ്ങനെ ഒരു സാധനം അല്ല. ഇത് കുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഊരി കുത്തണമെങ്കിൽ കമ്പ്യൂട്ടർ ഫുൾ ഓഫ് ആക്കിയിട്ട് ഊരി കുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? കമ്പ്യൂട്ടർ വീണ്ടും ഓൺ ആക്കാവൂ. അങ്ങനെ ഒരു സാധനമാണ്. സോ ഇതൊരു ഹോട്ട് പ്ലഗബിൾ സ്വിച്ച് അല്ല, അല്ലെങ്കിൽ കീബോർഡ് അല്ല. USB സാങ്കേതിക വിദ്യ വന്നതോടുകൂടി കാലഹരണപ്പെട്ടു അല്ലേ? USB വന്നതോടുകൂടി എന്ത് ചെയ്തു? ഇത് കാലഹരണപ്പെട്ടു. ഇന്ന് ഇത് ഉപയോഗിക്കാറില്ല. ഇന്ന് എന്തോ ഉപയോഗിക്കുന്നത്? USB പോർട്ടുകളാണ്. എന്താണ് നമ്മുടെ മൗസോ കീബോർഡോ കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? USB പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെക്നോളജിയൊക്കെ എന്ത് ചെയ്തു? അങ്ങ് മാറി, അല്ലെങ്കിൽ ഈ ടെക്നോളജിയൊക്കെ അങ്ങ് കാലഹരണപ്പെട്ടു പോയി. ഈ ടെക്നോളജിയൊക്കെ ഇല്ലാതായി പോയി. ഓക്കെ, ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് എവിടെയാ? ചില ഗെയിമർമാരും ചില പഴയ PC-കളിലും ഇന്ന് ഉപയോഗിക്കുന്നുണ്ടോ? ചില ഗെയിമിംഗ് സ്ഥലങ്ങളിൽ, ചില ഗെയിമിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ കുത്താനായിട്ട്, ജോയിസ്റ്റിക്കോ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനായിട്ടും, പിന്നെ ചില പഴയ PC-കളിൽ പണ്ടത്തെ കമ്പ്യൂട്ടറുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഇത് എൻ്റെ ഉപയോഗം എന്തുവാ? വളരെ ചുരുങ്ങിയ ഉപയോഗം മാത്രമേ ഉള്ളൂ. ഇന്ന് ഇതങ്ങനെ കാണാനേ ഇല്ല. ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആയി എന്നേ ഉള്ളൂ അല്ല, സാധാരണയായിട്ട് ഇത് കാണാറില്ല. ഇനി എന്തെങ്കിലും പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടി മാത്രം വെക്കുന്നെങ്കിൽ എന്തുള്ളൂ? ഈ സാധനങ്ങളുള്ളൂ, ഈ PS2. സോ അതുകൊണ്ടാണ് നമുക്കിത് വലിയ പരിചയമില്ലാത്ത സാധനമായി മാറിപ്പോയത് കേട്ടോ, PS2. പക്ഷേ അതെടുത്ത് PS എന്ത് ചെയ്തു? ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താണ് PS2 എന്ന് പറയുന്നത്? മൗസും കീബോർഡും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പഴയ കണക്ഷൻ ആയിരുന്നു, ഒരു പഴയ പോർട്ടായിരുന്നു. ഇനി ഇതിനകത്തുള്ള 2 കളറുകളുണ്ട്, പർപ്പിളും പച്ചയും. പർപ്പിൾ കീബോർഡിനും പച്ച മൗസിനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഹോട്ട് പ്ലഗബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ ഒരു ടെക്നോളജിയിൽ നിന്ന് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് എന്ത്? ഈ PS2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണെന്ന് അറിയാമല്ലോ? വിവിധ തരം പോർട്ടുകളെ കുറിച്ചാണ്. നേരെ ഞാൻ അടുത്ത് എത്തിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പോർട്ടിലേക്ക് എത്തുന്നത് എന്താണ്? USB. എന്താണ് USB? എന്താ USB-യുടെ ഫുൾ ഫോം? യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഓർത്തിരിക്കട്ടെ, ഈ ഫുൾ ഫോം എല്ലാം ചോദിക്കാറുണ്ട് പരീക്ഷകൾക്ക്. അപ്പോൾ ഫുൾ ഫോം ഓർത്ത് വെച്ചേക്കുക. എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നുള്ളതാണ് എന്ത്? USB എന്ന് പറയുന്നത്. എന്താണ് USB? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടെ USB എന്താണെന്ന്? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്താ? കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾക്കുള്ള സ്റ്റാൻഡേർഡ് കണക്ഷൻ ഇന്റർഫേസ് ആണ് USB. ഇന്ന് കമ്പ്യൂട്ടറിലെ ഉപകരണങ്ങളെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് ആണ് എന്തെന്ന് പറയുന്നത്? USB. ഇന്ന് നമ്മളെല്ലാം കണക്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നത്? USB പോർട്ടുകളാണ് അല്ലേ? മൗസ് കണക്ട് ചെയ്യാനാവട്ടെ, പ്രിൻ്റർ അല്ല, മൗസ് കണക്ട് ചെയ്യാനാവട്ടെ, കീബോർഡ് കണക്ട് ചെയ്യാനാവട്ടെ, നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു മൊബൈൽ കണക്ട് ചെയ്യാനാവട്ടെ, എന്ത് കണക്ട് ചെയ്യാനും നമ്മൾ എന്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന USB-യിലേക്കാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സൽ പോർട്ടാണെന്ന് പറയുന്നത് ഈ USB എന്ന് പറയുന്നത്. ഇത് ഒരേ സമയം ഡേറ്റ കൈമാറാനും കമ്പ്യൂട്ടർ പെരിഫറലിലേക്ക് പവർ നൽകാനും ഉപയോഗിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ കൈമാറാനും പറ്റും, പവർ നൽകാനും പറ്റും. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരേ സമയം എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റയും കൈമാറാം, പവറും കൊടുക്കാം. നമുക്കറിയത്തില്ല, USB കേബിൾ വഴി നമ്മുടെ ഫോണിനകത്ത് എന്തെങ്കിലുമുള്ള വിവരങ്ങളുണ്ടെങ്കിൽ നേരെ മൊബൈലിലേക്ക്, അല്ലെങ്കിൽ ഫോണിനകത്ത് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡേറ്റ കേബിൾ ഇല്ലയോ? ഡേറ്റ കേബിൾ എന്ന് പറയുന്ന സാധനം നമ്മൾ USB പോർട്ടിലാണ് കുത്തുന്നത് ഇല്ലയോ? അപ്പോൾ അവിടെ നമുക്ക് ഡേറ്റ കൈമാറാനും, അതായത് നമ്മുടെ ഫയലുകൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഉപയോഗിക്കാം. അതുകൂടാതെ ചാർജ് ചെയ്യാനും അല്ലേ, പവറിനായിട്ടും എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന നമ്മുടെ USB പോർട്ട് ഉപയോഗിക്കാം. നമുക്കറിയാലോ, മൊബൈൽ ഫോൺ നമ്മൾ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോമാറ്റിക്കലി ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഡേറ്റ ട്രാൻസ്ഫറിന് ഉപയോഗിക്കാം, പവർ നൽകാനായിട്ടും ഉപയോഗിക്കാം. എന്താ? USB-യുടെ ഉപയോഗമാണ്. ഓക്കെ, ഓർത്തിരിക്കുക.
ഈ കമ്പ്യൂട്ടർ പെരിഫറലുകൾ എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ. എന്താണ് പെരിഫറൽ എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന പുറത്തേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന ഉപകരണങ്ങളെ വിളിക്കുന്നവരാ പെരിഫറൽ. സ്പീക്കർ, കീബോർഡ്, മൗസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രിന്റർ അങ്ങനെയുള്ള കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? കമ്പ്യൂട്ടർ പെരിഫറലുകൾ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ പെരിഫറലുകളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. നമ്മൾ അതൊരു ടോപ്പിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? USB തന്നെ 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. USB 3 ടൈപ്പ്. നിങ്ങൾക്ക് അറിയാം, ഫോണുകൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം USB 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് USB A ടൈപ്പ് ഉണ്ട് കേട്ടോ, ടൈപ്പ് A. USB ടൈപ്പ് B ഉണ്ട്, USB ടൈപ്പ് C ഉണ്ട്. ടൈപ്പ് C പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ഫോണിലെല്ലാം ഇപ്പം ചാർജ് കുത്തുന്ന ഏതാ? നമ്മൾ ടൈപ്പ് C സെറ്റപ്പ് അറിയത്തില്ലയോ? ടൈപ്പ് C ആണ് നമ്മൾ എല്ലാത്തിനകത്തും ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ടൈപ്പ് C എന്താണ്? USB. മിക്ക പരമ്പരാഗത കമ്പ്യൂട്ടറുകളിലും ചാർജറുകളിലും കാണപ്പെടുന്ന വീതിയേറിയതും പരന്നതും ചതുരാകൃതിയിലുള്ളതുമായ പോർട്ടാണ് എന്തെന്ന് പറയുന്നത്? ടൈപ്പ് A USB. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സാധാരണ കാണപ്പെടുന്ന USB ആണ് എന്ത്? ടൈപ്പ് A. കുറച്ച് വീതിയുള്ള, അറിയത്തില്ലേ, വലിപ്പമുള്ള. നമ്മുടെ മൊബൈൽ ഫോണിൽ കാണുന്ന ടൈപ്പ് C ചെറുതല്ല, വലിയ ഇച്ചിരി വീതിയുള്ള. ഞാൻ പടം കണ്ടിട്ടുണ്ട്. ഓക്കെ, വലത്തെ സൈഡിൽ പടം കണ്ടാൽ അറിയാം. ഇങ്ങനൊരു പടം നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു പോർട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ചതുരത്തിലുള്ള ഒരു പോർട്ട്. ഇതിനകത്തേക്കാണ് നമ്മൾ എന്ത് കുത്തുന്നത്? പെൻഡ്രൈവും അല്ലാതെ കേബിളുകളും എല്ലാം കുത്തുന്നത് ഇതിനകത്തേക്കായിരിക്കും. കുറച്ചുകൂടെ വീതി കൂടിയ വലിയ ഒരു സാധനം. അതാണ് എന്ത്? ടൈപ്പ് A. ഇതൊരു പരമ്പരാഗത കമ്പ്യൂട്ടർ, അതായത് പണ്ട് ഉപയോഗിക്കുന്ന, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് അല്ലേ? ഇപ്പോഴും ഉപയോഗിക്കുന്ന ഏതാ? ഈ സാധനത്തിൽ തന്നെ കുത്തിയിട്ടാണ് നമ്മൾ മൗസും എല്ലാം കണക്ട് ചെയ്യുന്നത്. മൗസും കീബോർഡും എല്ലാം കണക്ട് ചെയ്യുന്നത് ഏതാ? ഇതിനകത്ത്. ഇതിനാണ് ടൈപ്പ് A എന്ന് പറയുന്നത്. പഴയ പതിപ്പുകൾ വേഗത കുറഞ്ഞവയാണ്, അതേസമയം പുതിയ പതിപ്പുകൾ എന്താണ്? വേഗതയേറിയത്. അതായത് ഈ ടൈപ്പ് എയുടെ തന്നെ പഴയ വേർഷൻസ് ഉണ്ട്, അതെന്താണ്? സ്പീഡ് വളരെ കുറഞ്ഞത് കേട്ടോ. സ്പീഡ് എന്താണ്? കുറവാണ്. പഴയ പതിപ്പിന്, അതായത് ഈ പറയുന്ന ടൈപ്പ് എയുടെ തന്നെ പഴയ പതിപ്പിന് എന്താണ്? സ്പീഡ് കുറവാണ്. എന്നാൽ പുതിയ പതിപ്പിന് എന്തുണ്ട്? അല്പം സ്പീഡ് കൂടുതലുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഡേറ്റയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഡേറ്റ അങ്ങോട്ട് കയറിപ്പോവും. നമുക്ക് അത്രയും സമയം നഷ്ടം ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകുന്നില്ല, ഓർത്തിരിക്കുക. അപ്പോൾ ഈ പഴയ കാലത്തെ, അതായത് ഈ പറഞ്ഞ മുമ്പ് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സാധനത്തെ വിളിക്കുന്നവരാണ് ടൈപ്പ് A എന്ന് പറയുന്നത്. കുറച്ച് വീതി കൂടിയ ചതുരത്തിലിരിക്കുന്ന ആ ഒരു USB പോർട്ടാണ് ടൈപ്പ് A USB എന്ന് പറയുന്നത്. ഇനി അത് സ്പീഡ് കൂടിയതുകൊണ്ട് സ്പീഡ് കുറഞ്ഞതുകൊണ്ട് ആ പടം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ പോകുന്നത് ഏതാണെന്ന് വെച്ചാൽ ടൈപ്പ് B, ഇല്ലയോ? ടൈപ്പ് B നമ്മളങ്ങനെ അധികം കണ്ടതായിട്ട് ഓർമ്മ കാണത്തില്ല. കാരണം ടൈപ്പ് B നമ്മൾ പ്രത്യേക ചില ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? USB ടൈപ്പ് B. ഓക്കെ, പ്രിന്ററുകളുടെയും സ്കാനറുകളുടെയും ബന്ധിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിന് ഉപയോഗിക്കാനാ? പ്രിന്ററും സ്കാനറും ബന്ധിപ്പിക്കാനാണ് അല്ലേ? പ്രിന്ററും സ്കാനറും കണക്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ ടൈപ്പ് B. നിങ്ങൾ ആ പടം നോക്കിയാൽ മനസ്സിലാവും. അതൊക്കെ ഒരു പ്രത്യേക രീതി ഇരിക്കുന്നുണ്ടോ? ആ ഒരു ചിത്രം നോക്ക്, കണ്ടോ? അതിനകത്ത് ഇരിക്കുന്നുണ്ടോ? ഒരു ഏതാണ്ട് ഈ ഒരു ഷേപ്പ് കണ്ടോ? ഏതാണ്ട ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എന്താ ഞാൻ ഈ വരച്ച് കാണിക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഈ സാധനം ഇരിക്കുന്നുണ്ടോ? കംപ്ലീറ്റ് സ്ക്വയറും അല്ല, ഒരു വല്ലാത്തൊരു ഷേപ്പിൽ കണ്ടോ? കറക്റ്റ് ഈ ഒരു രീതിയിലാണ് എന്തിരിക്കുന്നത്? ഈ പറഞ്ഞ നമ്മുടെ എന്ത് പറഞ്ഞത്? നമ്മുടെ ഇതിരിക്കുന്നത് ഏതാണ്? ടൈപ്പ് B ഇരിക്കുന്നത്. ഓക്കെ, ടൈപ്പ് B എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലിരിക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സ്കാനറുകളും പ്രിന്ററുകളും കണക്ട് ചെയ്യാൻ കേട്ടോ. സ്കാനറും പ്രിന്ററും കണക്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊരു ചതുരാകൃതിയിലുള്ള പോർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചതുരാകൃതി പോലെ ഇരിക്കും, കണ്ടില്ലയോ? ചതുരമാണോ? കറക്റ്റ് ചതുരമല്ല, എന്നാലും ഒരു ചതുര ഷേപ്പിലാണ് എന്ത് ഇരിക്കുന്നത്? ഈ പോർട്ട് ഇരിക്കുന്നത്. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടൈപ്പ് B എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് B നമ്മൾ അങ്ങനെ അധികം കാണാറില്ല. നമ്മൾ കാണുന്ന ഏതാണ്? ടൈപ്പ് Aയും ടൈപ്പ് Cയും ആണ്. ടൈപ്പ് A അറിയാമല്ലോ, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന USB പോർട്ടാണ് എന്ത്? ടൈപ്പ് A എന്ന് പറയുന്നത്. നമ്മൾ എന്താണ്? പെൻ ഡ്രൈവും കാര്യങ്ങളും കുത്താൻ ഉപയോഗിക്കുന്നത്. ടൈപ്പ് B എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സ്കാനറും പ്രിന്ററും ഒക്കെ. ഇനി ടൈപ്പ് C, കാരണം നമ്മുടെ മൊബൈൽ ഫോണുകളിലൊക്കെ ഇപ്പം കോമൺ ആയിട്ട് വരുന്ന ഒരു പോർട്ടാണെന്ന് പറയുന്നത് ടൈപ്പ് C USB. അറിയാലോ, ആധുനികവും ചെറുതും ഓവൽ ആകൃതിയിലുള്ളതുമായ പോർട്ട് അല്ലേ? വളരെ ആധുനികമാണ് അല്ലേ? അഡ്വാൻസ്ഡ് ആണ്, ചെറുതാണ്, ഓവൽ ഷേപ്പിലാണ്. അറിയത്തില്ല, ഇതാ ഇങ്ങോട്ട് വരച്ച് കാണിച്ചിരുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലിരിക്കുന്നത് ഒരു ഓവൽ ഷേപ്പിലൂടെ ടൈപ്പ് C എന്ന് പറഞ്ഞില്ലേ? ഒരു ഓവൽ ഷേപ്പിലായിരിക്കുന്നത്. ഈ ഷേപ്പിലിരിക്കുന്ന സാധനമാണെന്ന് പറയുന്നത് ടൈപ്പ് C എന്ന് പറയുന്നത്. ഇത് വളരെ അഡ്വാൻസ്ഡ് ആണ്, ചെറുതാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഉയർന്ന പവർ ഡെലിവറിയും വളരെ വേഗതയുള്ള ഡേറ്റ ട്രാൻസ്ഫറും സാധ്യമാക്കുന്നു ഇല്ലയോ? ഉയർന്ന പവർ ഡെലിവറി, അതായത് നല്ല ശക്തിയിൽ പവർ കൊടുക്കാനായിട്ട്, അതായത് നല്ല രീതിയിൽ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അറിയാലോ, നമ്മുടെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് അവിടെ പോർട്ട് ഏതാ വരുന്നത്? C ടൈപ്പാണ്. ഇപ്പോൾ നമുക്കറിയാലോ, മൊബൈലെല്ലാം ഉപയോഗിക്കുന്നത് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇല്ലയോ? ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പോർട്ട് ഏതാണ്? C പോർട്ടാണ്. സോ C പോർട്ട് വരുമ്പോൾ പ്രത്യേകത ശക്തമായിട്ടുള്ള പവറിങ് നടക്കും, പവർ ശക്തമായിട്ട് കൊടുക്കാൻ കഴിയും. അതുമാത്രമല്ല ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡ് ഹൈ ആയിരിക്കും ഇല്ലയോ? ഭയങ്കര ഹൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഏത് പറ്റും? ഈ C ടൈപ്പ് USB കൊണ്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ C ടൈപ്പ് ചാർജർ എന്നൊക്കെ പറയത്തേ ഉള്ളൂ, അത് യഥാർത്ഥം എന്തുവാ? USB ആണ് കേട്ടോ. USB C ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത രണ്ടാമതെണ്ണം പറഞ്ഞു, എന്താണ്? സ്പീഡ് കൂടുതലായിരിക്കും, ഡേറ്റ ട്രാൻസ്ഫറിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും. അതുകൂടാതെ എന്താ? ഉയർന്ന പവർ ഡെലിവറി, അതായത് പവർ ഇല്ല, അതുകൊണ്ടാണ് ഫാസ്റ്റ് ചാർജിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി കൂടാതെ ലാപ്ടോപ്പുകളിലും സ്മാർട്ട് ഫോണുകളിലും സാധാരണയായി ഉപയോഗിക്കുന്നില്ലയോ? ഇപ്പോൾ സ്മാർട്ട് ഫോണുകളിലും
ലാപ്ടോപ്പുകളിലൊക്കെ സാധാരണ നമ്മൾ ഉദാഹരണം പറയുന്നത് സ്മാർട്ട് ഫോണിലെയോ നമ്മുടെ ഫോണുകളിൽ എന്താ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന സി ടൈപ്പിൻ്റെ എന്തെന്ന് പറയുന്നത് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത് USB പോർട്ട്. അപ്പോൾ 2 പോർട്ടേ പരിചയപ്പെടുത്തിയുള്ളൂ. ഏതൊക്കെയാ? PS2 USB. അത് വളരെ വ്യക്തമായിട്ട് പഠിക്കും അല്ലേ, നല്ല ക്ലിയർ ആയിട്ട് പറയും. എന്തോ USB എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന മൗസോ കീബോർഡോ ഒക്കെ കണക്ട് ചെയ്യാനാണ് USB ഉപയോഗിക്കുന്നത്. അത് PS2ൻ്റെ കണക്കല്ല, വ്യത്യാസമുണ്ട്. PS2 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഡേറ്റ ട്രാൻസ്ഫർ ഒക്കെ വളരെ പതുക്കെ നടക്കത്തുള്ളൂ, ഡേറ്റ ട്രാൻസ്ഫർ ഒക്കെ കുറവാണ്. ഇനി ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണക്ഷന് വേണ്ടി മാത്രം, അതായത് അത് നമ്മുടെ ഈ പറയുന്ന മൗസും കീബോർഡും കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ കൂടെ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ നടക്കും. അവിടെ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നില്ല. അതായത് PS2 എന്ത് നടക്കുന്നില്ല, ഡേറ്റ ട്രാൻസ്ഫർ നടക്കത്തില്ല, കണക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ കൊണ്ട് ചാർജും കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തയാണ് എന്തെന്ന് പറയുന്നത്, മൂന്നാമത്തെ പോർട്ടാണെന്ത്, VGA പോർട്ട് എന്ന് പറയും ഇല്ലയോ, വിഷ്വൽ അല്ല, വീഡിയോ ഗ്രാഫിക്സ് അറേ. ഓക്കെ, വിഷ്വൽ അല്ല, ഇടയ്ക്ക് ഞാൻ വിഷ്വൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, സോറി. വീഡിയോ ഗ്രാഫിക്സ് അറേ എന്നാണ് VGA എന്ന് പറയുന്ന പോർട്ട്. ഇതും മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്, ഇന്ന് അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം HDMI എന്നൊരു പോർട്ട് നമുക്ക് ഇപ്പോഴായിട്ട് അവൈലബിൾ ആയിട്ട് കേട്ടോ. എന്താണ് HDMI എന്നൊരു പോർട്ട് വന്നതിന് ശേഷമാണ് എന്ത് VGA പോർട്ട് ഇല്ലാതായില്ല. VGA പോർട്ടിൻ്റെ എന്ത് കുറഞ്ഞു, റെലവൻസ് കുറഞ്ഞത് എന്ത് വന്നതിന് ശേഷം, HDMI എന്നുള്ള പോർട്ട് വന്നതിന് ശേഷം. എന്താ ഒരു VGA പോർട്ട് എന്നത് കമ്പ്യൂട്ടറുകളെ മോണിറ്ററുകളിലേക്കോ പ്രൊജക്ടറുകളിലേക്കോ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറുകളെ എന്തിനായിട്ട്, മോണിറ്ററിലേക്കോ അല്ലെങ്കിൽ പ്രൊജക്ടറുകളിലേക്കോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതായത് നമ്മുടെ CPU-നെ എന്തിലേക്ക്, നമുക്കൊരു മോണിറ്ററിലേക്ക്, CPU-ലാണല്ലോ കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമല്ലേ അവിടെ നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു എങ്ങോട്ട് ഈ പറയുന്ന പ്രൊജക്ടറിലേക്കോ കണക്ട് ചെയ്യാൻ, അതായത് സ്ക്രീൻ കാണാൻ വേണ്ടി കണക്ട് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നത്, VGA കേബിൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതകളുണ്ട്, എന്താണെന്ന് പറഞ്ഞു തരാം. 3 വരികളിലായി ക്രമീകരിച്ചിരിക്കുന്ന 15 പിന്നുകൾ ഉൾക്കൊള്ളുന്ന ഒരു ട്രപ്പിസോയിഡൽ കണക്ടർ. അതായത് ഇതിന്റെ പ്രത്യേകത എന്തുവാ, 3 വരികളിലായിട്ട് എത്ര പിന്നുകൾ ഉണ്ടാവും, 15 പിന്നുകൾ കേട്ടോ. 3 വരികളിലായിട്ട് 15 പിന്നുകളായിരിക്കും ഇതിനുണ്ടായിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഒരു ട്രപ്പിസോയിഡൽ, ആ ഷേപ്പിന്റെ പ്രത്യേകത കേട്ടോ. അതാ ഈ ഒരു ഷേപ്പ് വരും, ഞാൻ വരച്ച് കാണിച്ചിരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു ഷേപ്പ് വരും. ഈ ഷേപ്പ് ആണ്ടാണ് എന്ത് വിളിക്കുന്നത്, ട്രപ്പിസോയിഡൽ ഷേപ്പ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ആ ഷേപ്പിലുള്ള ഒരു കണക്ടറാണ് അല്ലെങ്കിൽ ഒരു പോർട്ടാണ് എന്തെന്ന് പറയുന്നത്, VGA എന്ന് പറയുന്നത്. കാണിച്ചിരുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്താ VGA എന്ന്. അപ്പോൾ VGA എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടറിൽ നിന്ന് സ്ക്രീനിലേക്ക്, അതായത് നമ്മുടെ എന്താണ് മോണിറ്ററിലേക്കോ പ്രൊജക്ടറിലേക്കോ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. 15 പിന്നുകളുള്ള ഒരു കണക്ടറാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്തുവാ, വീഡിയോ സിഗ്നലുകൾ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇത് ഓഡിയോ സിഗ്നലുകൾ കടത്തിവിടുന്നില്ല. ഓർത്തിരിക്കുക, വീഡിയോ സിഗ്നലുകൾ മാത്രം കടത്തിവിടാനായിട്ട് ഉപയോഗിക്കുന്നു. എന്ത് മാത്രം, വീഡിയോ സിഗ്നലുകൾ മാത്രമേ ഇവിടെ എന്ത് ചെയ്യത്തുള്ളൂ, കടത്തിവിടത്തുള്ളൂ. ഓഡിയോ ഇതിലൂടെ കടന്നു പോത്തേയില്ല. സോ ഒരു VGA കേബിളിന്റെ പ്രത്യേകതയാണ് ഓഡിയോ കടത്തിവിടാൻ പറ്റത്തില്ല. എന്ത് മാത്രമേ കടത്തിവിടാൻ പറ്റത്തുള്ളൂ, വീഡിയോ. അപ്പോഴാണ് HDMIയുടെ എന്ത് വരുന്നത്, റെലവൻസ് വരുന്നത്. HDMIക്കകത്ത് എന്ത് കടത്തിവിടാൻ പറ്റും, വീഡിയോയും ഓഡിയോയും കൂടെ ഒറ്റ കേബിളിൽ കൂടെ കടത്തിവിടാൻ പറ്റും. അതാണ് എന്തിന്റെ പ്രത്യേകത, HDMIയുടെ പ്രത്യേകത. സോ ഇതിന്റെ കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ ഒരു പോരായ്മ എന്താണ്, ഇതിനകത്തൂടെ വീഡിയോ സിഗ്നലുകൾ മാത്രമേ കടത്തിവിടാൻ പറ്റൂ, എന്ത് കടത്തിവിടാൻ പറ്റത്തില്ല, ഓഡിയോ സിഗ്നലുകൾ ഇതിനകത്തൂടെ കടത്തിവിടാനേ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക എന്താണ് VGA കേബിൾ എന്ന്. ഇനി നോക്കേ, അപ്പോൾ നമ്മൾ VGA കേബിളുകളെ കുറിച്ചാണ് എന്ത് ചെയ്തത്, പറഞ്ഞുകൊണ്ടിരുന്നത്. VGA പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നോക്കേ, അടുത്ത പോയിന്റ് ആണ് എന്ത്, ലെഗസി ഹാർഡ്വെയറുകളിലും ചില എന്റർപ്രൈസ് ഡിസ്പ്ലേകളിലും ഇത് ഉപയോഗിക്കുന്നു. ഇത് സാധാരണയായിട്ട് തുടരുന്നു. അതായത് ലെഗസി ഹാർഡ്വെയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഹാർഡ്വെയറുകൾ, അതായത് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ലെഗസി ഹാർഡ്വെയർ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, ഫോർ എക്സാമ്പിൾ ഈ VGA പോർട്ട് മാത്രമുള്ള ചില ഉപകരണങ്ങൾ കാണുമല്ലോ. അത് കഴിഞ്ഞിട്ട് പുതിയ ടെക്നോളജി വരുമ്പോഴല്ലേ പുതിയ പോർട്ടുകൾ വരുന്നതും ആ പോർട്ട് പിന്നെ അതിനകത്ത് ഉൾപ്പെടുന്നതും പിന്നീടല്ലേ. അപ്പോൾ പഴയ ഉപകരണം, ഇപ്പോൾ ഉദാഹരണം നമ്മുടെ ഒരു പഴയ ഫോണിൻ്റെ ടെക്നോളജി പഴയതായിരിക്കത്തില്ലയോ, പുതിയ ഫോൺ വരുമ്പോഴല്ലേ പുതിയ ടെക്നോളജി അതിനകത്തേക്ക് വരുന്നത്. നമ്മൾ പഴയ ഫോൺ നമുക്ക് കളയാൻ പറ്റുമോ, പഴയ ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടെക്നോളജിയുള്ള സാധനങ്ങൾ വേണമല്ലോ. സോ ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഴയ ഹാർഡ്വെയറിനകത്തൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്, ഈ VGA പോർട്ടാണ് തുടരുന്നത്. പിന്നെ ചില പ്രത്യേകതരം എന്റർപ്രൈസ് ഡിസ്പ്ലേകളിലും ഇത് കുത്താനേ പറ്റൂല, ഈ പറയുന്ന VGA പോർട്ട് മാത്രമേ കാണത്തുള്ളൂ. അതായത് VGA പോർട്ട് മാത്രം ഇപ്പോഴും ഉള്ള ആ ഉപകരണങ്ങൾ നമുക്ക് എന്ത് ഉപയോഗിക്കാനോ, VGA പോർട്ട് ഉപയോഗിച്ചേ പറ്റൂ കേട്ടോ. അതാണ് എന്ത് പറയുന്നത്, ലെഗസി ഹാർഡ്വെയറിലെയും പഴയ ഉപകരണങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, ലെഗസി ഹാർഡ്വെയറുകളെന്ന് വിളിക്കുന്നത്. അവിടെ ഇന്നും എന്ത് ചെയ്യുന്നു, ഈ ഒരു പോർട്ട് സാധാരണമായിട്ട് തുടരുന്നുണ്ടല്ലേ. അതിനെ കണക്ട് ചെയ്യണമെങ്കിൽ അതല്ലാതെ പറ്റുമോ. ഞാൻ പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഫോണുണ്ട്, പഴയ ഫോണുകൾ നമ്മളറിയാം C ടൈപ്പ് ചാർജർ അല്ല വരുന്നത്, വേറൊരു സ്ക്വയർ ടൈപ്പ് ചാർജറാണ് വരുന്നത് അല്ലയോ. പക്ഷേ ഇന്നത്തെ ഫോണുകളിലെല്ലാം എന്താ, C ടൈപ്പാണ്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സി എടുത്ത് അതിനകത്ത് കുത്താൻ പറ്റുമോ? ഇല്ല. എന്തുവാ, നമ്മൾ അതിനെ ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ പിന്ന് കൊണ്ടുപോയി കുത്തിയല്ലേ വരത്തുള്ളൂ. അത് ചാർജ് ചെയ്യാൻ വീണ്ടും നമുക്ക് ആ ഒരു പഴയ പിന്ന് ഉപയോഗിച്ചല്ലേ പറ്റൂ. സോ അതാണ് പറഞ്ഞത്, അന്നത്തെ ലെഗസി ഹാർഡ്വെയർ ഉപയോഗിക്കാൻ ഇന്നും എന്ത് വേണം, ഈ പറയുന്ന VGA പോർട്ട് വേണം. ഓക്കെ, ഇനി പൂർണ്ണമായും അനലോഗ് സിഗ്നലിനെ മാത്രം കടത്തിവിടുന്നു. ഇത് എന്തിനെ മാത്രമേ കടത്തിവിടത്തുള്ളൂ? അനലോഗ് സിഗ്നലിനെ മാത്രമേ കടത്തിവിടത്തുള്ളൂ. ഡിജിറ്റൽ സിഗ്നൽ എന്ത് ചെയ്യുന്നില്ല, കടത്തിവിടത്തില്ല. അപ്പോൾ നമുക്കറിയാം സിഗ്നലുകൾ 2 ടൈപ്പ് ഉണ്ട്. ഏതാ? ഒന്ന് ഡിജിറ്റൽ സിഗ്നലും ഉണ്ട്, ആ കാര്യം കൊണ്ടൊന്ന് മെൻഷൻ ചെയ്ത് പോകാം. ഒന്ന് ഡിജിറ്റൽ സിഗ്നലും ഉണ്ട്, രണ്ട് ഏതാ, അനലോഗ് സിഗ്നലും ഉണ്ട്. ഡിജിറ്റലും ഉണ്ട്, അനലോഗും ഉണ്ട്. ഓർത്തിരിക്കുക, ഡിജിറ്റലും അനലോഗും. ഇനി എന്താ ഡിജിറ്റൽ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 0 തുടങ്ങിയ ബൈനറി ഡിജിറ്റുകൾ. അറിയാമല്ലോ, ബൈനറി ഡിജിറ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മൾ. ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1, 0 മുതലായിട്ടുള്ള ബൈനറി ഡിജിറ്റുകൾ ഉപയോഗിച്ച് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംവിധാനമാണെന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്ന എല്ലാം ഈ പറയുന്ന 1, 0 എന്ന് പറയുന്ന നമ്പറുകൾ ഉപയോഗിച്ച് കോഡ് ചെയ്തിട്ടാണ് നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ കമ്പ്യൂട്ടർ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് എന്തുവാ, ഈ 2 നമ്പറുകളുടെ കോഡിങ്ങിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത്തരം സിഗ്നലുകളെ വിളിക്കുന്ന പേരാണ് ഡിജിറ്റൽ സിഗ്നൽ. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേവ് ഫോമിലുള്ള സിഗ്നലുകളെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള വേവ് ഫോമിലുള്ള സിഗ്നലുകളെ എന്ത് വിളിക്കും? അനലോഗ് സിഗ്നൽ. അതായത് തരംഗ രൂപത്തിലുള്ള സിഗ്നലുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഈ പറയുന്ന അനലോഗ്. ഇതിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഇങ്ങനെ ഡേറ്റ ഫ്ലക്ച്വേറ്റ് ചെയ്ത് ഇങ്ങനെ മാറി പൊക്കൊണ്ടിരിക്കും. ഫ്രീക്വൻസിയോ ആംപ്ലിറ്റ്യൂഡിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടായിരിക്കും ഈ സിഗ്നലിൽ കടന്നു പോകുന്നത് കേട്ടോ. ഫ്രീക്വൻസിയിലും ആംപ്ലിറ്റ്യൂഡിലും ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടായിരിക്കും ഇത്തരം സിഗ്നലുകൾ എന്ത് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. സോ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, VGA അനലോഗിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, ഡിജിറ്റൽ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഇന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന സിഗ്നലുകൾ എന്താണ്? ഡിജിറ്റൽ സിഗ്നലുകളാണ്. സോ VGA എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പോർട്ടായിട്ട് എന്ത് ചെയ്യും, മാറും. കാരണം അനലോഗ് ആണല്ലോ അത് കടത്തിവിടാൻ പറ്റുന്നത്, ഡിജിറ്റൽ പറ്റത്തില്ല. അതുകൊണ്ട് അത് പറ്റത്തില്ല. ഇനി നോക്കേ, ദാണ്ട അവിടെ നമ്മൾ അതിന്റെ പടം കൊടുത്തിട്ടില്ലയോ? ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കത്തില്ല എന്തോ സാധനം ഇല്ലയോ? എല്ലാവർക്കും അറിയാവുന്നുണ്ട്. അതിന്റെ ഷേപ്പ് കണ്ടില്ലയോ? ഒരു ട്രപ്പിസോഡൽ ഷേപ്പ് കണ്ടോ? കറക്റ്റ് സ്ക്വയർ ആണോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആണോ? അല്ല, ഒരു ട്രപ്പിസോഡൽ ഷേപ്പിലില്ലേ ആ സാധനം ഇരിക്കുന്നത്. സോ അതാണെന്ത്, ഈ ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം കണ്ടപ്പോൾ മനസ്സിലാക്കാണോ എന്താണുള്ള കാര്യമെന്ന്. അങ്ങനെ നമ്മൾ അടുത്ത എന്തിലേക്ക് പോകുന്നു, പോർട്ടിലേക്ക് പോകുന്നു. എന്താ അടുത്ത പോർട്ട്? HDMI. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ടാണെന്ത്, HDMI. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ എല്ലാം ഉപയോഗിക്കുന്ന ഒരു മെയിൻ പോർട്ടാണെന്ത്, HDMI. കമ്പ്യൂട്ടറിൽ മാത്രമല്ല, ഞാൻ ഈ ഉപയോഗിക്കുന്ന സ്ക്രീൻ കണ്ടല്ലോ, ഈ ഒരു ഡിജിറ്റൽ ബോർഡ് അല്ലെങ്കിൽ ഈ ഒരു ടിവികളിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മൾ ഇപ്പോൾ എന്താണ് ഈ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നത്? HDMI കേബിളാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രത്യേകത, ഈ കേബിളിൽ, ഈ ഒരു ഒറ്റ കേബിളിൽ കൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയും ഓഡിയോ സിഗ്നൽസും ഡയറക്റ്റായിട്ട് കടത്തിവിടാം. അതായത് VGA എന്ന് പറയുന്നതിൽ ഒറ്റ സിഗ്നൽ, അതായത് ഓഡിയോ സിഗ്നൽ പറ്റത്തില്ലായിരുന്നു, വീഡിയോ മാത്രമേ കടത്തിവിടാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ HDMIക്കകത്തോ രണ്ടും ഒരേ കേബിളിലൂടെ കടത്തിവിടാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണവും പ്രത്യേകതയും കേട്ടോ. എന്താണ് HDMI പോർട്ട് എന്നത്? ഉപകരണങ്ങൾക്കിടയിൽ കംപ്രസ് ചെയ്യാത്ത ഹൈ ഡെഫിനിഷൻ വീഡിയോ ഓഡിയോ സിഗ്നലുകൾ കൈമാറാൻ ഉപയോഗിക്കുന്നുണ്ടോ. ഹൈ ഡെഫിനിഷൻ വീഡിയോ ഓഡിയോ സിഗ്നൽസ്, അതും കംപ്രസ് ചെയ്യാത്ത, അല്ലയോ? കംപ്രസ് ചെയ്ത് ചുരുക്കി അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാത്ത. കംപ്രസ് ചെയ്താൽ എന്ത് പറ്റും? കംപ്രസ് ചെയ്താൽ അതിൻ്റെ ക്വാളിറ്റി കുറയില്ലയോ? അതായത് നമ്മളൊരു വീഡിയോ ഫയലിനെ കംപ്രസ് ചെയ്താൽ അതിൻ്റെ എന്ത് കുറയും? ക്വാളിറ്റി കുറയും. ക്വാളിറ്റി കുറഞ്ഞു പോകില്ലയോ? ക്വാളിറ്റി കുറയാൻ കാരണം എന്താ? കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ എന്ത് കുറയുന്ന? സൈസ് കുറയ്ക്കാന്ന്, അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറി കുറയ്ക്കാന്ന് അർത്ഥം. കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ സൈസ് കുറയ്ക്കുക, മെമ്മറി കുറയ്ക്കുക. മെമ്മറി കുറച്ചാൽ എന്തുകൂടെ പ്രശ്നം? മെമ്മറി കുറച്ചാൽ ക്വാളിറ്റി അങ്ങ് പോകത്തില്ലയോ? മെമ്മറി ഇല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ല, നമുക്ക് വീഡിയോ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കുറയും? ക്വാളിറ്റി കുറയും. കംപ്രസ് ചെയ്യാതിരുന്നാൽ എന്തായിരിക്കും? ക്വാളിറ്റി കൂടുതലായിരിക്കും. സോ അതിനെ വിളിക്കുന്നതാണത് ഹൈ ഡെഫിനിഷൻ വീഡിയോകൾ, അല്ലയോ? HD വീഡിയോകൾ നമ്മൾ പറയാറില്ലേ, ഹൈ ഡെഫിനിഷൻ, ക്വാളിറ്റി കൂടിയ, അത്യാവശ്യം കാണാൻ ഭയങ്കര മികവുള്ള, മിഴിവേകുന്ന ദൃശ്യങ്ങളുള്ള വീഡിയോകൾ, അല്ലയോ? അതിനാണ് വിളിക്കുന്നത് ഹൈ ഡെഫിനിഷൻ വീഡിയോസ് എന്ന് വിളിക്കുന്നത്, അല്ലയോ? അപ്പോൾ ഹൈ ഡെഫിനിഷൻ വീഡിയോയും ഓഡിയോയും കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കടത്തിവിടാൻ എന്ത് ഉപയോഗിക്കും? HDMI ഒക്കെ വിളിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൈ ഡെഫിനിഷനുള്ള, വളരെ ക്ലാരിറ്റി ഉള്ള, ക്ലിയർ ആയിട്ടുള്ള ഇമേജുകളും ഫോട്ടോയും അതുപോലെയുള്ള വീഡിയോകളും ഓഡിയോകളും എല്ലാം കടത്തിവിടാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഒരു കോമൺ പോർട്ടായിട്ട് നമ്മൾ എന്തിനെ ഉപയോഗിക്കുന്നു? ഈ പറയുന്ന HDMI പോർട്ടിനെ ഉപയോഗിക്കുന്നു. പടം നോക്കിയാൽ പടം കണ്ടാൽ മനസ്സിലാവുക. ഈ ഒരു ഷേപ്പിലാണ് എന്തിരിക്കുന്നത്? HDMI ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു ക്ലാസ് ഞാൻ എല്ലാത്തിൻ്റെയും പടം കൊണ്ടുവന്നിട്ടുണ്ട്. കാര്യം എന്താ? ഈ പോർട്ടുകൾ എല്ലാവർക്കും പരിചയം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം പടം കാണുമ്പോൾ എന്ത് ചെയ്യും? ആ പോർട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ഇമേജ് ശ്രദ്ധിക്കുക. ഇമേജ് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക? കോപ്പി ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എന്ത് ചെയ്യുക. അല്ലെങ്കിൽ ഇമേജ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സാധനം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു പാടുമില്ല, ബുദ്ധിമുട്ടുമില്ല. കാരണം നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള പോർട്ടുകൾ തന്നെ. പിന്നെ അറിയാത്ത ചില പോർട്ടുകളും ചില പേരറിയാത്ത പോർട്ടുകളുണ്ട്. അതേ ഉള്ളൊരു കാര്യം. അവിടെ നിന്നൊക്കെ PSC എന്ത് ചെയ്തു തുടങ്ങി? ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ളിലേക്ക് കടന്നു ചെന്നേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാതെ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. പഴയ കണക്കുള്ള അല്ലയോ ഗിമിക്കുകളും, പഴയ കണക്കുള്ള അല്ലയോ എന്താ പറയുന്നത്,
കാട്ടിക്കൂട്ടലുകളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. PSC പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് ഇനി പറ്റുന്ന ഒരു സാഹചര്യമല്ല. നമ്മൾ അറിഞ്ഞ് നല്ല രീതിയിലല്ലയോ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ചെങ്കിൽ മാത്രമേ, അത്രയും ടോപ്പിക്ക് കവർ ചെയ്തെങ്കിൽ, അത്രയും ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് കവർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു ഇതിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം പറയുന്നതാണ് എന്ത് ചെയ്യുക, അത്രയും ഡീപ്പായിട്ട് പഠിച്ചാലേ നമുക്കൊരു ഗുണം ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് വേണം, അത്രയും നല്ല ക്ലാസ് നൽകുന്ന ചാനലുകൾ വേണം. അപ്പോൾ നമ്മുടെ PSC ചലഞ്ചർ ആപ്പിൽ ഇതേ കണക്കുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. അതായത് അത്രയും ഡീപ്പായിട്ടാണ് നമ്മൾ പോർഷൻസ് എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ച് തീർക്കുന്നത്. അത്രയും ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. VFA ആവട്ടെ, ഡിഗ്രി പ്രിലിംസ് ആവട്ടെ, LD ആവട്ടെ, എല്ലാത്തിലും എല്ലാ ടോപ്പിക്കും അല്ലെങ്കിൽ എല്ലാ പോസ്റ്റിനും നമ്മൾ എന്ത് ചെയ്യാം, അത്രയും ഡീപ്പായിട്ടാണ് എല്ലാ അധ്യാപകരും അത്രയും ഡീപ്പായിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നല്ല നല്ല ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലുള്ളത്. നമുക്ക് എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ കാണുക. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ LDയുടെ ഒരു ക്രാഷ് ബാച്ച്, നമ്മളൊരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്പെഷ്യൽ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ചേരാവുന്നതാണ്. സ്പെഷ്യൽ ബാച്ച് ഉടനെ തന്നെ ഒരു 3 മാസത്തെ, അതായത് 120 ദിവസം, 3 മാസമല്ല 120 ദിവസം വരുന്ന ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ക്ലാസ് കാണുക. നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവത്തില്ല. ഇതേപോലെ ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. നിങ്ങൾക്ക് ജോലി എന്നതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജോയിൻ ചെയ്യുക, ക്ലാസ് കേട്ടുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയിലേക്ക് പോകാം. അപ്പോൾ HDMI കേബിളിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടും ഒരേ കണക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ലാപ്ടോപ്പുകൾ, സ്ട്രീമിംഗ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഗെയിമിംഗ് കൺട്രോളുകൾ പോലെയുള്ള ഉറവിടങ്ങളെ ഒരൊറ്റ കേബിൾ ഉപയോഗിച്ച് മോണിറ്ററുകൾ, TVകൾ, പ്രൊജക്ടറുകൾ എന്നിവയുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതായത് ലാപ്ടോപ്പുകളെയും സ്ട്രീമിംഗ് ഉപകരണങ്ങളെയും ഗെയിമിംഗ് കൺട്രോളുകളെയും ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്യും, ഒരൊറ്റ കേബിൾ ഉപയോഗിച്ച് എന്താണ് മോണിറ്ററിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ TVയിലേക്ക് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക്, സ്ക്രീനിലേക്ക് കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ ഒരൊറ്റ കേബിൾ മതി ഇതെല്ലാം കൂടെ ഒരുമിച്ച് കണക്ട് ചെയ്യാനായിട്ട്. അതാണ്ട് ലാപ്ടോപ്പിനെ കണക്ട് ചെയ്യാനോ, ഗെയിം സ്ട്രീമിംഗ് ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മളെ വീഡിയോ സ്ട്രീം ചെയ്യത്തില്ലയോ ഓൺലൈനിൽ. ഇപ്പം ഞാൻ ലൈവ് ആണ് പോകുന്നതെങ്കിൽ അതിനെന്തോ വീഡിയോ സ്ട്രീമിംഗ് എന്നാണ് പറയുന്നത് അല്ലയോ. ഇനി അതാണ് തന്നെ ഗെയിമുകളാണല്ലോ, ഗെയിമിംഗ് കൺട്രോളുകളിൽ ഗെയിം സ്ട്രീം ചെയ്യാറുണ്ട് ഓൺലൈനായിട്ട്. ഗെയിം കളിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഉപകരണങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യാറുണ്ട്. അവിടെ എല്ലാം കണക്ട് ചെയ്യുമ്പം ഈ പറയുന്ന ഒറ്റ കേബിളിലൂടെ ഡേറ്റ എല്ലാം കണക്ട് ചെയ്യാനും വീഡിയോ കണക്ട് ചെയ്തിടാനും ഓഡിയോ വിടാനും ഒക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറയുന്ന HDMI പോർട്ട് ഉപയോഗിക്കാം. പ്രത്യേകത ഇത്രയേ ഉള്ളൂ, രണ്ടും കൂടെ കണക്ട് ചെയ്ത് വിടാൻ, വീഡിയോയും ഓഡിയോയും ഒരൊറ്റ കേബിളോടെ കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ഇത് ഉപയോഗിക്കും. ഇനി പരിചയമില്ലാത്ത മറ്റൊരെണ്ണം ഇൻട്രൊഡ്യൂസ് ചെയ്യണത് DVI അല്ലെങ്കിൽ ഡിജിറ്റൽ വിഷ്വൽ ഇൻ്റർഫേസ്. മറ്റൊരു പോർട്ടാണ് ഇതെന്ന് പറയുന്നത് DVI, ഡിജിറ്റൽ വിഷ്വൽ ഇൻ്റർഫേസ്. വലിയ പരിചയം കാണത്തില്ല. ആ പോർട്ടിൻ്റെ പടം ഞാൻ കൊടുത്തിട്ടുണ്ട്. പടം ഒന്ന് ആദ്യമേ നോക്കിയാൽ നിങ്ങൾ, ഇതാണ് അതിൻ്റെ പടം. കണ്ടാൽ നമ്മുടെ VGA കേബിളാണ് ഇരിക്കുന്നെങ്കിലും VGA കേബിൾ അല്ല. നോക്കെ വ്യത്യാസമുണ്ട്. അതിൽ നിന്നാണ് പിന്നുകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. പിന്നുകളുടെ പ്രത്യേകത ഇതൊരു സ്ക്വയർ ടൈപ്പ് പിന്നുകളായിരിക്കും കേട്ടോ. സ്ക്വയർ, ചതുരാകൃതി, ചതുരം എന്ന് വെച്ചാൽ സമചതുരാകൃതിയിലുള്ള പിന്നുകളായിരിക്കും ഉള്ളത്. നോക്കി കണ്ടാൽ തന്നെ അറിയാം, വലിയ സ്ക്വയർ ടൈപ്പ് സാധനങ്ങളാണ്. ബാക്കിയെല്ലാം എന്തിന് സിമിലറാ, ഈ പറയുന്ന VGA കേബിളിന് സിമിലറാണ്. ഇത് സ്ക്വയർ ടൈപ്പ് ആണ്, ബാക്കിയെല്ലാം VGA കേബിളിന് സിമിലറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു DVI പോർട്ട് എന്നത് മോണിറ്ററുകളിലേക്കും പ്രൊജക്ടറുകളിലേക്കും കംപ്രസ് ചെയ്യാത്ത ഡിജിറ്റൽ വീഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ത് ഉപയോഗിക്കുന്നത്, കംപ്രസ് ചെയ്യാത്ത ഡിജിറ്റൽ വീഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ. ഇവിടെയും എന്തുമാത്രമാണ്, വീഡിയോ സിഗ്നലുകൾ മാത്രമേ പോകത്തുള്ളൂ. നമ്മുടെ VGA കേബിൾ കണക്ക് വീഡിയോ സിഗ്നലുകൾ മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. VGA കേബിളിൽ നിന്നുള്ള ഇതിനുള്ള വ്യത്യാസം എന്താണ്, VGAയിൽ ഡിജിറ്റൽ സിഗ്നലുകൾ കടത്തിവിടാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഇതിനകത്തൂടെ എന്ത് കടത്തിവിടാം, ഡിജിറ്റൽ സിഗ്നലുകൾ കടത്തിവിടാം. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലുകൾ കടത്തിവിടാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന DVI ഉപയോഗിക്കുന്നത്. സാധാരണ അനലോഗ് സിഗ്നലുകൾ കടത്തിവിടാൻ എന്ത് ഉപയോഗിക്കും, നമ്മുടെ VGA ഉപയോഗിക്കും. രണ്ടിൻ്റെയും പ്രത്യേകത എന്നാൽ രണ്ടും എന്ത് മാത്രമേ കടത്തിവിടുന്നുള്ളൂ, വീഡിയോ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. അപ്പോൾ ഓഡിയോ സിഗ്നലുകൾ ഇതുവഴി എന്ത് ചെയ്യുന്നില്ല, കടന്നു പോകുന്നില്ല, ഓഡിയോ സിഗ്നലുകൾ വഹിക്കുന്നില്ല. ഓർത്തിരിക്കുക, ഒരു പ്രത്യേകത കേട്ടോ, ഓഡിയോ സിഗ്നലുകൾ ഇത് കടത്തിവിടുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരാണൊക്കെ ഇരിക്കും. ഏതൊക്കെയാ, DVIയും VGAയും ഒരാണൊക്കെ ഇരിക്കും. കാരണം എന്താ, രണ്ടും വീഡിയോ സിഗ്നലുകൾ കടത്തിവിടാനാണ് ഉപയോഗിക്കുന്നത്, രണ്ടും ഓഡിയോ സിഗ്നൽ കടത്തിവിടുന്നില്ല. പക്ഷെ ഒരു വ്യത്യാസമുള്ള VGA എന്ന് പറയുന്ന അനലോഗ് സിഗ്നലുകളെ മാത്രമേ കടത്തിവിടുന്നു, DVI എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നലുകളെ മാത്രമേ കടത്തിവിടുന്നു. ഇതാണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും അതിന് ഉപയോഗിക്കുന്ന പോർട്ടാണ്. ഫുൾ ഫോം പഠിക്കുക, ഡിജിറ്റൽ വിഷ്വൽ ഇൻ്റർഫേസ് എന്നുള്ളതാണ് ഫുൾ ഫോം. പടം നോക്കി വെച്ചേക്കുക. ഇത് വേണം കയറി ചോദിച്ചു. അപ്പോൾ അടുത്ത ഒരു പക്ഷേ ഒരു ഓപ്ഷൻ ചോദിക്കുക, ഇപ്പം PS/2 ചോദിച്ചു, അതേപോലെ അതിന് പകരം DVI ചോദിക്കുക. നമ്മൾ അറിഞ്ഞുകൂടാതെ നിന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷയിൽ പരാജയപ്പെടും. അത് അവസ്ഥ വരേണ്ട കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനൊക്കെയുള്ള ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യും, ഉപകാരപ്പെടും. DP ഡിസ്പ്ലേ പോർട്ട്. ഇത് മറ്റൊരു പോർട്ടാണ്, ഡിസ്പ്ലേ പോർട്ട് എന്ന് പറയുന്നത്, DP എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഡിസ്പ്ലേ പോർട്ട്. DP എന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ വാട്സപ്പിലെ DP അല്ല കേട്ടോ. ഡിസ്പ്ലേ പോർട്ട് എന്നാണ് പറയുന്നത്, അത് വേറെയാണ് കേട്ടോ. ഓക്കെ, ഡിസ്പ്ലേ പോർട്ട് എന്നത് വെസ വികസിപ്പിച്ചെടുത്ത ഒരു ഡിജിറ്റൽ ഇൻ്റർഫേസ് സ്റ്റാൻഡേർഡാണ്.
അതായത് വെസ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പോർട്ടാണെന്ന്, ഒരു എന്താണ് ഡിസ്പ്ലേ പോർട്ടാണ്, വീഡിയോ കടത്തിവിടാൻ ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്പ്ലേ പോർട്ട് എന്ന് പറയുന്നത്. ആരാ കണ്ടെത്തിയത്? വെസ എന്ന് പറയുന്നത്. വെസ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ്? വീഡിയോ ഇലക്ട്രോണിക്സ്, ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കുക. വീഡിയോ ഇലക്ട്രോണിക്സ് സ്റ്റാൻഡേർഡ്സ് അസോസിയേഷൻ. എന്താണ് വെസയുടെ ഫുൾ ഫോം? വീഡിയോ ഇലക്ട്രോണിക്സ് സ്റ്റാൻഡേർഡ് അസോസിയേഷൻ. അവരാണ് എന്ത് പുറത്തിറക്കിയത്? ഈ ഡിസ്പ്ലേ പോർട്ട് എന്ന് പറയുന്ന പോർട്ട് വികസിപ്പിച്ചത്. വീഡിയോ കടത്തിവിടാനായിട്ട് ഉപയോഗിക്കുന്ന പോർട്ടാണെന്ന് പറയുന്നത് ഡിസ്പ്ലേ പോർട്ട് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും കമ്പ്യൂട്ടറുകളെ മോണിറ്ററുകളുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. മെയിൻ സാധാരണ ഉപയോഗിക്കുന്ന എന്തിനാ? കമ്പ്യൂട്ടറുകളെ എന്തോട്ട് കണക്ട് ചെയ്യാനായിട്ട്? മോണിറ്ററുമായിട്ട് അല്ലെങ്കിൽ പ്രൊജക്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പറയുന്ന ഡിസ്പ്ലേ പോർട്ട് എന്ന് പറയുന്ന ഒരു പുതിയ പോർട്ട് ഉപയോഗിക്കും. ഓക്കെ, വീഡിയോ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇവിടെ സ്ക്രീനകത്താണല്ലോ. സോ ആ സ്ക്രീനുമായിട്ട് കണക്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ഈ ഒരു പോർട്ട് ഉപയോഗിക്കുന്നത്. കംപ്രഷൻ ഇല്ലാതെ ഉയർന്ന റെസൊല്യൂഷനും പുതുക്കൽ നിരക്കുകളും നൽകാനുള്ള കഴിവുണ്ട്. അതായത് കംപ്രഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉയർന്ന റെസൊല്യൂഷനിൽ ഉയർന്ന ക്വാളിറ്റി ഉള്ള വീഡിയോകൾ എന്ത് ചെയ്യാൻ പറ്റും? കടത്തിവിടാനായിട്ട് പറ്റും. കംപ്രഷൻ ഇല്ലാതെ അതായത് കംപ്രസ് ചെയ്താതെ തന്നെ എന്ത് ചെയ്യാം? അത്രയും ഹൈ ക്വാളിറ്റി, നേരത്തെ പറഞ്ഞ കണക്കല്ലേ, കംപ്രഷൻ ഇല്ലാതെ കംപ്രസ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും? ഹൈ ക്വാളിറ്റി വീഡിയോസ് നമുക്ക് കടത്തിവിടാനായിട്ട് പറ്റും. പിന്നെ എന്താ? പുതുക്കൽ നിരക്ക്. പുതുക്കൽ നിരക്ക് എന്ന് വെച്ചാൽ എന്തുവാ? മലയാളത്തിൽ അങ്ങനെ അല്ലേ, ഇംഗ്ലീഷ് എന്ന് പറയും റിഫ്രഷ് റേറ്റ്. എന്താണ്? റിഫ്രഷ് റേറ്റ്. റിഫ്രഷ് റേറ്റിനെ വിളിക്കുന്ന പേര് എന്താ? പുതുക്കൽ നിരക്ക് അല്ലേ. ഇതിന് എന്തൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? എന്താണ്? റെസൊല്യൂഷനുകളും ഉയർന്ന പുതുക്കൽ നിരക്കുകളും തരാം അല്ലേ. ഹൈ റിഫ്രഷ് റേറ്റ് അല്ലയോ. റിഫ്രഷ് റേറ്റ് കൂടുമ്പോൾ പ്രത്യേകത എന്തുവാ? സ്ക്രീനിൻ്റെ ക്വാളിറ്റിയും കൂടും കേട്ടോ. റിഫ്രഷ് റേറ്റ് കൂടുമ്പോൾ എന്ത് കൂടും? സ്ക്രീനിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? കൂടും. സോ ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ കംപ്രഷൻ ഇല്ലാതെ ഉയർന്ന റെസൊല്യൂഷനുള്ള വീഡിയോകളും കടത്തിവിടാൻ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്താണ്? ഇവിടുത്തെ വീഡിയോ ക്വാളിറ്റി എന്തായിരിക്കും? അതായത് ഈ പോർട്ടിലൂടെ കടത്തിവിടുന്ന വീഡിയോയുടെ ക്വാളിറ്റി എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഓർത്തിരിക്കേണ്ട കുറേ പോർട്ടുകളുണ്ട് അല്ലേ. എന്തുവാ? ചാർജ് കടത്തിവിടാനും ഡേറ്റ കടത്തിവിടാനും ഉപയോഗിക്കുന്ന പോർട്ടുകളുണ്ട്. USB പോലത്തുള്ള വീഡിയോ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന, വീഡിയോ മാത്രം കടത്തിവിടാൻ ഉപയോഗിക്കുന്ന പോർട്ടുകളുണ്ട്. പിന്നെ മൗസ്, കീബോർഡ് ഇങ്ങനെ സാധനങ്ങൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകളുണ്ട്. അപ്പോൾ ഓരോ പോർട്ടുകളെയും ഉപയോഗം എന്താണെന്ന് എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നമ്മൾ അടുത്ത പോർട്ടിലേക്ക് കടക്കുകയാണ്. ഈ പോർട്ടിൻ്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പടം നോക്കേ, ഈ ഒരു ടൈപ്പ്, ഈ ഒരു ഷേപ്പിലിരിക്കുന്നു. ഓക്കെ, പടം ആണോ? മറ്റ് പോർട്ടുകളിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ ഡെയിലി. ആ ഷേപ്പിന് തന്നെ എന്തുണ്ട്? ഒരു വ്യത്യാസമുണ്ട്. ഇത് വെസ എന്ന് പറഞ്ഞ ഒരു കമ്പനി പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുക? സെറ്റ് ചെയ്തെടുത്തൊരു പോർട്ടാണ്. എല്ലാത്തിലും ഒന്നും ഈ പോർട്ട് കാണത്തില്ല കേട്ടോ. എല്ലാ കമ്പ്യൂട്ടറിലൊന്നും എന്ത് ചെയ്യത്തില്ല ഈ പോർട്ട്. നമുക്ക് അഡീഷണൽ ഈ പോർട്ട് വെക്കാവുന്നതേ ഉള്ളൂ. ഈ പോർട്ടിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞത് ചില മോണിറ്ററോട് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. എല്ലാ മോണിറ്ററോട് കണക്ട് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോമൺ കണക്ഷൻ ഇതാ HDMI എന്ന കണക്ഷൻ കേട്ടോ. മോണിറ്ററുകളിലേക്ക്, അതായത് കമ്പ്യൂട്ടറിൽ നിന്ന് മോണിറ്ററിലേക്കോ അല്ലെങ്കിൽ പ്രൊജക്ടറിലോട്ടോ കണക്ട് ചെയ്യാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന കണക്ഷൻ ഏതാ? HDMI എന്നാണ്. പിന്നെ അതിന് പകരം ഉപയോഗിക്കാവുന്ന ചില കണക്ഷൻസ് ആണ് എന്ത് ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത്. ഇനി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതാ? USB ആണ് കേട്ടോ. ഏതാണ്? USB. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ USB ഉപയോഗിക്കും. അതാണ് തന്നെ പ്രൊജക്ടറിലേക്കോ സ്ക്രീനിലോട്ടോ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കും HDMI ഉപയോഗിക്കും. ഇതാണ് കോമൺ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് കണക്ഷൻസ്. ഇത് PC ഗെയിമിങ്, പ്രൊഫഷണൽ വർക്ക് സ്റ്റേഷനുകൾ, മൾട്ടി ഡിസ്പ്ലേ സജ്ജീകരണങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് അല്ലയോ. ഇതെവിടേക്കാണ്? PC ഗെയിമിങ്ങിന്, അതായത് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗെയിമിംഗ് ചെയ്യുമല്ലോ, കമ്പ്യൂട്ടർ വെച്ച് ഗെയിം കളിക്കുമല്ലോ. ഗെയിമിംഗ് സ്ട്രീമർമാരൊക്കെ അറിയത്തില്ലോ നിങ്ങൾക്ക്, ഓൺലൈനകത്ത് ഇഷ്ടം പോലെ ഗെയിം സ്ട്രീമർമാരില്ലയോ. അപ്പോൾ അവരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു പോർട്ട്. ഇതിനകത്തുള്ള പ്രത്യേകം എന്തുവാ? ഹൈ ക്വാളിറ്റി വിഷ്വൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ പ്രൊഫഷണൽ വർക്ക് സ്റ്റേഷനിൽ, പ്രൊഫഷണൽ വർക്ക് സ്റ്റേഷനുകളിൽ മൾട്ടി ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ഒന്നിലധികം ഡിസ്പ്ലേ ചെയ്യും. കൂടുതൽ ഡിസ്പ്ലേ കണക്ട് ചെയ്യണമെങ്കിൽ ഒന്നിലധികം ഡിസ്പ്ലേ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാം അനുയോജ്യമായതാണ് എന്ത്? ഈ പറയുന്ന ഡിസ്പ്ലേ പോർട്ട് എന്ന് പറയുന്നത്. അതായത് വീഡിയോയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന പോർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്പ്ലേ പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു പോർട്ട്. ഇനി അടുത്ത ഏതാണ്? നമ്മുടെ ലാസ്റ്റ് പോർട്ടാണ് കേട്ടോ. ഞാൻ ക്ലാസ്സിൽ പറയാൻ പോകുന്ന ലാസ്റ്റ് പോർട്ടാണ് ഏതെന്ന് പറയുന്നത്. നോക്കേ, 3.5mm ഓഡിയോ ജാക്ക്. ഇതെല്ലാവർക്കും അറിയാം. നമ്മുടെ മൊബൈൽ ഫോണിലടക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല കേട്ടോ, പുതിയ ഫോണുകളിൽ വരുന്നില്ല. പുതിയ ഫോണുകളിൽ എന്താണ്? C ടൈപ്പ് വരുന്നത് അല്ലേ. C ടൈപ്പിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാർജും കണക്ട് ചെയ്യുന്നത്, നമ്മുടെ എന്താണ് ഇയർഫോണും കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാം എവിടെയാണ്? C ടൈപ്പിലൂടെയാണ് പുതിയ ഫോണുകളിൽ. എന്നാൽ പഴയ ഫോണിൽ നമ്മുടെ ഇയർഫോൺ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു എന്തെന്ന് പറയുന്നത്? ഈ 3.5mm ഓഡിയോ ജാക്ക് എന്ന് പറയുന്നത്. അറിയായിരിക്കുമല്ലോ. ഓക്കെ, ഇനി അതിൻ്റെ പ്രത്യേകം എന്തുവാ? 3.5mm ഓഡിയോ ജാക്ക് സ്റ്റീരിയോ ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അനലോഗ് കണക്ഷൻ ആണ് അല്ലേ. എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നതാ? സ്റ്റീരിയോ ഓഡിയോ കണക്ട് ചെയ്യാനായിട്ട്, സ്റ്റീരിയോ ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മുടെ ഫോണിൽ ഉണ്ടാകുന്ന സ്റ്റീരിയോ ഓഡിയോ എന്ത് ചെയ്യണം? ആ സ്പീക്കറിലേക്ക് വരണം. അതായത് നമ്മുടെ ഇയർഫോണിലുള്ള സ്പീക്കറിലേക്ക് വരണം, അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഒരു സ്പീക്കറിലേക്ക് വരണം. കമ്പ്യൂട്ടറിലാണെങ്കിൽ പുറത്തേക്കുള്ള സ്പീക്കറിലേക്ക് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഹെഡ്ഫോണിലേക്ക് കൊടുക്കാനായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന 3.5mm ഓഡിയോ ജാക്ക് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഒരു അനലോഗ് കണക്ഷൻ കേട്ടോ. എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ അനലോഗ്
ഡിജിറ്റ് നമ്മൾ വ്യത്യാസം പറഞ്ഞു. ഇതും എന്താണ്, ഒരു അനലോഗ് കണക്ഷൻ ആണ്. സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അനലോഗ് സിഗ്നൽ ആയിരിക്കുമല്ലോ. സോ ആ സിഗ്നലിൽ പുറത്തേക്ക് വരുമ്പോൾ എന്താണ്, ഈ വയറിൽ കൂടെ വരണം, ഈ ജാക്കിൽ കൂടെ വരണമെങ്കിൽ അനലോഗ് സിഗ്നലിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ മൊബൈൽ ഫോണിലുണ്ട് ഈ ജാക്ക്, ഈ ഒരു പോർട്ട് മൊബൈൽ ഫോണിലും ഉണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിലും എല്ലാം ഉണ്ടല്ലേ. കമ്പ്യൂട്ടറിലാണെങ്കിൽ സ്പീക്കർ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണിത്. മൊബൈൽ ഫോൺ ആണെങ്കിൽ നമ്മുടെ ഇയർഫോൺ, ഹെഡ്ഫോൺസ് ഒക്കെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണെന്ത്, ഈ 3.5mm ഓഡിയോ ജാക്ക്. ഇതൊരു സിലിണ്ടർ പിൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്തുള്ള പിന്നുകൾ അറിയാമല്ലേ, സിലിണ്ടർ പിന്നാ. അതായത് നമ്മൾ ആ കുത്തിക്കയറ്റുന്ന സാധനം ഉണ്ടല്ലോ, ആ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ അടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഓഡിയോ ജാക്കിലേക്ക് അല്ലേ നമ്മുടെ ഇയർഫോണിൻ്റെ ആ ഒരു പിന്ന് കുത്തിക്കയറ്റുന്നത്, അതേ ഷേപ്പിലാണ്, ഒരു സിലിണ്ടർ ഷേപ്പിലാണ്. ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ പടം, കണ്ടിട്ടില്ലേ? ഇതാ ഇങ്ങനൊരു പടം. രണ്ട് രീതിയിലുള്ള എന്തുണ്ട്, ഈ പറയുന്ന ഓഡിയോ ജാക്കിൻ്റെ പിന്നുകളുണ്ട് കേട്ടോ, രണ്ട് രീതിയിലുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. നോക്കാം, ഇവിടെ 1, 2, 3 നിങ്ങൾ ഓഡിയോ ജാക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഓഡിയോ ജാക്കിനകത്ത് നോക്കി അറിയാൻ പറ്റും. അതിനകത്ത് ഇങ്ങനെ അല്ലേ ആ ഒരു മെറ്റൽ എന്താണ് ഡിവൈഡ് ചെയ്തിട്ടേക്കുന്നത് അല്ലേ, സെപ്പറേറ്റ്. ആദ്യം ഒരു ഒരു മെറ്റൽ, ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത മെറ്റൽ, വീണ്ടും ഒരു ഗ്യാപ്പ് ഇട്ട് മെറ്റൽ, അങ്ങനെ ഗ്യാപ്പ് ഇട്ടാണ് അതിനകത്ത് അവർ കൊടുത്തേക്കുന്നത് ഓഡിയോ കുത്തുമ്പോൾ. ഇനി നോക്കുക എന്താ, ഇതാ ഈ ഒരു പടം നോക്കിയാൽ കേട്ടോ, ഇവിടെ നോക്കിയാൽ എന്താ, ഇവിടെ ഇത്രയും ഭാഗം ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇത് കഴിഞ്ഞ് അടുത്തൊരു ഭാഗമുണ്ട്, 3 ഭാഗമായിട്ടാണ് കൊടുത്തേക്കുന്നത് ഇല്ലയോ. അതിനെ ഒന്നാമത്തെ ഭാഗത്തെ വിളിക്കുന്ന ടിപ്പ്, രണ്ടാമത്തെ ഭാഗം റിങ്, മൂന്നാമത്തെ ഭാഗം സ്ലീവ് കേട്ടോ. 3 ഭാഗങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് 3 ഭാഗങ്ങളും 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒന്നേതാ, ടിപ്പ്, റിങ്, സ്ലീവ്. അപ്പം 3 എണ്ണം ഉള്ളതിനെ വിളിക്കുന്നത് TRS എന്നാണ് കേട്ടോ. എന്താണ് TRS? പിന്നെ അപ്പുറത്തൊക്കെ 4 എണ്ണം ഉണ്ട്, ടിപ്പ്, റിങ്, അതായത് ടിപ്പ്, റിങ്, സ്ലീവ്. അതായത് 2 റിങ്ങുകൾ കാണും. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആണോക്കെ, സാധാരണ അടിസ്ഥാന സ്റ്റീരിയോ ശബ്ദത്തിൽ TRS, അതായത് ടിപ്പ്, റിങ്, സ്ലീവ്, അല്ലെങ്കിൽ മൈക്രോഫോൺ ചാനൽ ഉൾപ്പെടുത്തുന്നതിന് TRRS ആയി ക്രമീകരിക്കുന്നത്. അതായത് ഇതാ ഈ TRS എന്ന് വെച്ചാൽ നമുക്ക് സ്പീക്കർ പുറത്തേക്ക് സൗണ്ട് എടുക്കാൻ വേണ്ടി മാത്രം, സ്പീക്കറിലേക്ക് എടുക്കാൻ വേണ്ടി മാത്രം. അതിനകത്ത് എന്ത് കാണും, ലെഫ്റ്റ് കാണും, റൈറ്റ് കാണും, പിന്നെ എന്തുവാ, അല്ലാതെ ഒരു കണക്ഷനും കൂടെ കാണും. ഇനി TRRS എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ടുണ്ട്, മൈക്രോഫോണും കൂടെ എക്സ്ട്രാ കാണും, മൈക്കും കൂടെ കാണും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തൊക്കെ കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഇയർഫോൺ ഉണ്ടല്ലോ, നമ്മുടെ മൊബൈൽ ഫോണിൽ കണക്ട് ചെയ്യുന്ന ഇയർഫോൺ, മൈക്കോട് കൂടിയ ഇയർഫോൺ, അതിനകത്ത് എത്ര പിന്നുകൾ കാണും, എത്ര ഒരു ഡോട്ടുകൾ കാണും, 4 എണ്ണം കാണും. അതായത് ഈ പടത്തിൽ കാണിച്ചതൊക്കെയുള്ള നമുക്ക് ഈ 4 വെട്ട് കാണും ഇങ്ങനെ. ആ 4 വെട്ടിനെ വിളിക്കുന്ന പേര് TRSS എന്നാണ്. അവിടെ എന്തുണ്ട്, അവിടെ സൗണ്ട് സ്പീക്കറിലേക്ക് വരുന്നത് കൂടാതെ ഒരു മൈക്കും കൂടെ ഉണ്ട്. ഇനി TRS എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ സ്പീക്കർ കണക്ട് ചെയ്യത്തില്ലേ, അതെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അതിനകത്ത് മൈക്കില്ല, സ്പീക്കർ മാത്രമേ അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ലേ, സ്പീക്കർ മാത്രമേ അതിനകത്ത് പുറത്തേക്ക്, സൗണ്ട് മാത്രമേ പുറത്തേക്ക് വരത്തുള്ളൂ. നമുക്ക് മൈക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. അതിനകത്താണ് TRS എന്ന് വിളിക്കും, അതിനെ TRS എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അതായത് ആ 3 കണക്ഷനിലെ ഓരോന്നും എന്തിനായിരിക്കും, ഓരോന്നിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടായിരിക്കും. ഇവിടെ മൈക്ക് കാണത്തില്ല, ഇവിടെ ഒരു എക്സ്ട്രാ മൈക്കും കൂടെ, ഒരു റിംഗ് എന്ന് പറയുന്ന ഒരു മൈക്കിനെ കണക്ട് ചെയ്യാൻ കേട്ടോ. ഇവിടെ ടിപ്പുണ്ട്, റിംഗ് ഉണ്ട്, സ്ലീവ് ഉണ്ട്, 3ൻ്റെ പേരുകളാണ് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ഇതിനകത്ത് ഒന്ന് ലെഫ്റ്റും റൈറ്റും, പിന്നെ ഒന്ന് എന്ത് വരും, പിന്നെ ഒന്ന് അതിനകത്ത് കണക്ഷനും വരും. ഇതിനകത്ത് കണക്ഷനും ലെഫ്റ്റ് റൈറ്റ്, പിന്നെ എന്തുവാ, ഒരു മൈക്കും കൂടെ എക്സ്ട്രാ വരും. ഓക്കെ, അതിനെയാണ് TRSS എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് നോക്കണ്ട, ഇതൊന്ന് ഓർത്ത്, ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഈ TRSും TRSS ഒന്നും അത്രയും ഡീപ്പായിട്ടൊന്നും ചോദിക്കത്തില്ല, ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ആ ജാക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അറിയുക. അനലോഗായിട്ടുള്ള സ്റ്റീരിയോ സൗണ്ട് പുറത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന 3.5mm ഓഡിയോ ജാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഒരൊറ്റ ചോദ്യം ഞാൻ കൊണ്ടുവന്നു, ആ ചോദ്യത്തിൽ നിന്ന് നമ്മളൊരു ഐഡിയ കൊണ്ടെത്തിച്ചു ഇല്ലേ. ഒരു ചോദ്യം കൊണ്ടുവന്നു, ആ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന മെയിൻ ഐഡിയ എന്താണെന്ന് നമ്മൾ കണ്ടെത്തി. ആ മെയിൻ ഐഡിയയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ആ ടോപ്പിക്ക് മൊത്തം കവർ ചെയ്തു. അതായത് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുക. ഡിഫറെൻറ്റ് പോർട്സ് അല്ലെങ്കിൽ പലതരം പോർട്ടുകൾ എന്നുള്ള ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തു ഇല്ലയോ. ഇതിനകത്തുനിന്ന് മാത്രമേ ഇനി എന്ത് ചെയ്യത്തുള്ളൂ, ചോദ്യം ചോദിക്കുള്ളൂ. പുറത്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യത വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു, ആ പോർട്ടുകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള എല്ലാ പോർട്ടുകളും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇതേപോലത്തുള്ള അടുത്ത ക്ലാസ്, അതായത് ഇപ്പോൾ ഇന്നത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം, ഒറ്റ ലക്ഷ്യം ഇല്ലയോ. എന്തുവാ ഒറ്റ ചോദ്യം എന്ന് വെച്ചാൽ ഒരു ചോദ്യമായിട്ട് ഞാൻ വരും, ഒറ്റ ലക്ഷ്യം എന്തോ നമ്മുടെ PSC പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒറ്റ ലക്ഷ്യം. അപ്പോൾ ഇത് ഒന്നാമത്തെ പാർട്ടാണ്, ആ സീരീസിൻ്റെ ഒന്നാമത്തെ പാർട്ടാണ്. ഇനി അടുത്ത സീരീസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത സീരീസ് നിങ്ങൾക്ക് ഇതിനൊക്കെ ഓരോരോ ചോദ്യം കൊണ്ടുവന്നിട്ട് അടുത്തൊരു ടോപ്പിക് പഠിപ്പിക്കുന്നു. ഒരു ചോദ്യം കൊണ്ടുവന്ന് ആ ചോദ്യത്തിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് ആ ആശയത്തെ വീണ്ടും വളരെ വിശകലമായിട്ട് പഠിപ്പിക്കുന്നു.
ഓക്കെ, അങ്ങനെ ഒരു സീരീസാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സീരീസിൻ്റെ പാർട്ടുകൾ ഇനിയും വേണം എന്നുള്ളവർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക പാർട്ട് വേണമെങ്കിൽ. അപ്പോൾ എല്ലാ പാർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വീണ്ടും ചെയ്യുന്നതായിരിക്കും. പാർട്ടുമായിട്ട് അടുത്ത പാർട്ടുമായിട്ട് വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തേക്ക് ക്ലാസ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇതേ കണക്കുള്ള ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പിനകത്ത് വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്രാഷ് ക്ലാസ്സുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ LDയുടെ അതായത് LD കോഴ്സിൻ്റെ ഒരു ക്രാഷ് ക്ലാസ് 120 ദിവസം വരുന്ന ഒരു ക്രാഷ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ആപ്പുമായി ബന്ധപ്പെടുക, അത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങൾക്ക് വളരെ വേഗം തന്നെ എന്ത് ചെയ്യാം, PSC ജോലി നേടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അത്രയും ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പം ഇത്രയും പറഞ്ഞ ക്ലാസ്സുകൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ് മറ്റൊരു ദിവസം ഞാൻ ഇതിൻ്റെ ബാക്കി പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.